സർവശക്തനായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. നിങ്ങൾ ശ്രവിക്കുന്നത് ജീസസ് വോയിസ് മെസ്സേജ്. എല്ലാ ശ്രോതാക്കൾക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ നാമത്തിൽ സ്വാഗതം. അല്പസമയ ധ്യാനത്തിന് ഒരു തിരുവചനം വായിക്കുന്നു. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം അധ്യായം 19, 10 തിരുവചനം. കാണാതെ പോയതിനെ തിരഞ്ഞ് രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നത് എന്ന് പറഞ്ഞു. കർത്താവിൽ പ്രിയരെ, നാം വായിച്ചു കേട്ട വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 19 10 തിരുവചനത്തിൽ യേശു അഥവാ ദൈവപുത്രൻ സംസാരിക്കുകയാണ്. ഈ സംഭാഷണത്തിൽ യേശു വെളിപ്പെടുത്തുന്ന ഒരു സത്യം, താൻ എന്തിനു വേണ്ടിയാണ് ഈ ഭൂമിയിൽ ഭൂജാതനായി അഥവാ നര അവതാരമെടുത്തു വന്നു എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരമാണ് നാം കാണുന്നത്. കാണാതെ പോയതിനെ തിരഞ്ഞ് രക്ഷിപ്പാനാണ് യേശു വന്നത്. ആരാണ് കാണാതെ പോയത്? നമുക്കറിയാം, നാം എല്ലാവരും ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്. ദൈവം തൻ്റെ സ്വന്തം ഛായയിലും സാദൃശ്യത്തിലും തൻ്റെ കരങ്ങളാൽ മർത്യനെ മെനഞ്ഞുണ്ടാക്കി. അതുകൊണ്ട് തന്നെ നാം ദൈവത്തിനുള്ളവരാണ്. ഈ സത്യം നാം ഗ്രഹിച്ചേ തീരൂ. നാം ഇത് അംഗീകരിച്ചേ മതിയാവും. നാം അഥവാ മനുഷ്യർ സ്വയംഭൂവല്ല, നാം ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്. ദൈവത്തിൻ്റെ സൃഷ്ടിയായ മർത്യൻ ദൈവസന്നിധിയിൽ ആയിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഇത് ന്യായമായ ഒരാഗ്രഹമാണ്. എന്നാൽ എന്താണ് സംഭവിച്ചത്? ദൈവം സൃഷ്ടിച്ചാക്കിയ മർത്യൻ പാപത്തിൻ്റെയും അതുപോലെ പിശാചിൻ്റെ വശീകരണത്താലും ദൈവസന്നിധിയിൽ നിന്നും അകന്നു പോകാനിടയായി. പാപം ചെയ്ത മാനവജാതിയെ വീണ്ടും ഉദ്ധരിക്കുവാൻ ദൈവം പദ്ധതിയിട്ടു. പാപത്തിൽ നഷ്ടമായ, പാപം ചെയ്യുക നിമിത്തം ദൈവസന്നിധിയിൽ നിന്നും അപ്രത്യക്ഷരായ അഥവാ കാണാതെ പോയ മർത്യനെ തിരഞ്ഞു രക്ഷിപ്പാൻ ദൈവം പദ്ധതിയിട്ടു. ആ പദ്ധതിയുടെ പൂർത്തീകരണമാണ് ക്രിസ്തു യേശുവിൽ നാം കാണുന്നത്. എല്ലാ മനുഷ്യരും ആദം ഹൗവ ദമ്പതികളുടെ സന്തതിയായി ഈ ഭൂമിയിൽ പിറന്ന എല്ലാ മനുഷ്യരും ദൈവത്തിന് നഷ്ടപ്പെട്ടിരുന്നു. അത് സംബന്ധിച്ചാണ് ഇവിടെ കാണാതെ പോയതിനെ എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇപ്രകാരം പാപത്തിൽ നഷ്ടപ്പെട്ട എന്നെയും നിങ്ങളെയും രക്ഷിപ്പാൻ ദൈവത്തിന് മനസ്സലിവുണ്ടായി. ആ ദൈവത്തിൻ്റെ മനസ്സലിവാണ് നമ്മുടെ രക്ഷയ്ക്ക് കാരണമായി തീർന്നത്. രക്ഷ എന്നാൽ ശിക്ഷയിൽ നിന്നുള്ള വിടുതലാണ്. ശിക്ഷ എന്നാൽ എന്നേക്കുമുള്ള നാശമാണ്, നിത്യനരകമാണ്. അതിൽ നിന്നും നമ്മെ രക്ഷിച്ച് ദൈവസന്നിധിയിൽ അഥവാ സ്വർഗത്തിൽ ദൈവത്തോടൊപ്പം യുഗാനുയുഗങ്ങൾ നമ്മെ പാർപ്പിക്കുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. ആ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് കർത്താവ് ഈ ഭൂമിയിൽ മനുഷ്യാവതാരമെടുത്ത് ഒരു കാലിത്തൊഴുത്തിൽ
ഉണ്ണിയേശുവായി പിറക്കുവാനിടയായത്. ഈ നാളുകളിൽ ക്രിസ്മസിൻ്റെ സന്തോഷം നാം അനുഭവിക്കുമ്പോൾ ഈ സത്യങ്ങൾ മറക്കാതിരിക്കാം. ആമേൻ. ജീവന്റെ ഉറവിടം ക്രിസ്തുവത്രേ, നാവിനാൽ അവനെ നാം ഘോഷിക്കാം. അവനത്രേ എൻ പാപഹരൻ, തൻ ജീവനാൽ എന്നെയും വീണ്ടെടുത്തു. അവനത്രേ എൻ പാപഹരൻ, തൻ ജീവനാൽ എന്നെയും വീണ്ടെടുത്തു. താഴ്ചയിലെനിക്കവൻ തണലേകി, താങ്ങി എന്നെ വീഴ്ചയിൽ വഴി നടത്തി. തുടച്ചെന്റെ കണ്ണുനീർ പൊൻകരത്താൽ, തുടിക്കും നിൻ മനം സ്വർഗ സന്തോഷത്താൽ. തുടച്ചെന്റെ കണ്ണുനീർ പൊൻകരത്താൽ, തുടിക്കും നിൻ മനം സ്വർഗ സന്തോഷത്താൽ. കാണാതാഴിയിൽ വലയുവോരേ, കരുണയെ കാക്ഷിക്കും മൃതപ്രായരേ. വരികവൻ ചാരത്തു ബന്ധിതരേ, തരുമവൻ കൃപ മനഃശാന്തിയതും. വരികവൻ ചാരത്തു ബന്ധിതരേ, തരുമവൻ കൃപ മനഃശാന്തിയതും.